സംഭൂരി സദസ്സിന് പ്രണാമം. ഇരിക്കൂർ വിദ്യാഭ്യാസ ഉപജില്ലയുടെ കിഴക്കൻ മലയോര ഗ്രാമമായ ഈ പടിയിൽ വന്ന് കൊച്ചു മിടുക്കന്മാരും മിടുക്കികളും തങ്ങളുടെ നൈസർഗിക കഴിവുകൾ മാറ്റിയെടുക്കുന്ന ഈ സുന്ദരവളയിൽ മഹാകവി വളർത്തോളിന്റെ കവിത അനുസ്മരിച്ചുകൊണ്ട് തുടങ്ങട്ടെ. ഭാരതം എന്ന പേര് കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം. കേരളമെന്ന് കേട്ടാലോ തിളക്കണം ചോര നമുക്ക് ഞരമ്പുകളിൽ. കിഴക്ക് സഹിനും പടിഞ്ഞാറ് അറബിക്കടലിനും മധ്യേ വടക്ക് മഞ്ചേശ്വരത്തിനും തെക്ക് പാറശാലിക്കുമേഖലയിൽ പ്രകൃതി രമണീയമായ ഭൂപ്രദേശം. അതാണ് എന്റെ മലയാള നാട്. മലയാളം എന്റെ മാതൃഭാഷയും അതിനാൽ തന്നെ മലയാളി എന്ന ഓമനപ്പേരിൽ ഞാൻ എല്ലാവരിൽ നിന്നും വ്യത്യസ്തനാണ്. മലയാളി എന്നത് ഒരു സംസ്കാരത്തിന്റെ ജഡതയുടെയും പ്രതീകമാണ്. ദേശ സൗന്ദര്യം കൊണ്ടും സാംസ്കാരിക സവിശേഷത കൊണ്ടും മാത്രമല്ല സാമൂഹിക പുരോഗതി കൊണ്ടുമാണ് മലയാളികൾ വ്യത്യസ്തനാകുന്നത്. മലയാളം സംസാരിച്ചതുകൊണ്ട് മാത്രം ഞാൻ മലയാളിയാവുന്നില്ല. മലയാളി എന്നത് ഒരു സംസ്കാരത്തിന്റെയും ജഡതയുടെയും പ്രതീകമാണ്. കേരളത്തിന്റെ പച്ചപ്പിൽ വളർന്ന മലയാളി എവിടെയായിരുന്നാലും മറ്റുള്ളവരിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നു. 2018 വെള്ളപ്പൊക്കത്തിന്റെ സമയത്തും മുണ്ടക്കൈ ചൂഴ്മല ഉൾപ്പെട്ടൽ ദുരന്തത്തിലും താങ്ങും തളനുമാകാൻ ലോകമെമ്പാടുമുള്ള മലയാളികൾ ഒരുമിച്ച് കൈകൊടുത്തത് സഹജീവനത്തിന്റെ ഉത്തമ ഉദാഹരണമായിരുന്നു. മതഭാഷ ഭേദമില്ലാതെ മറ്റുള്ളവരെ സ്നേഹിക്കാനും സഹായിക്കാനുമുള്ള മനസ്സ് മലയാളിയെ വ്യത്യസ്തനാക്കുന്നു. തന്റെ നാടിനെയും സംസ്കാരത്തെയും അതിയായി സ്നേഹിക്കുന്ന മലയാളി എവിടെയായിരുന്നാലും മറ്റുള്ളവരിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നു. നാളികേരത്തിന്റെ നാട്ടിലെ എനിക്കൊരു നാഴിയിടങ്ങഴി മണ്ണുണ്ട്, ഒരു നാഴിയിടങ്ങഴി മണ്ണുണ്ട് എന്ന കവിയെ പാടാൻ പ്രേരിപ്പിച്ചതും ഈ ഓർമ്മകളാണ്. വിദ്യാഭ്യാസത്തിലും സാക്ഷരതയിലും മലയാളികൾ ബഹുദൂരം മുന്നിലാണ്. വിദ്യയും വിനയവും കൈമുതലായുള്ള ഡോക്ടർമാർ, എഞ്ചിനീയർമാർ, അധ്യാപകർ, കായിക പ്രതിഭകൾ, ശാസ്ത്രജ്ഞന്മാർ, ഒപ്പം വാണിജ്യ വ്യവസായ മേഖലയിൽ കഴിവ് തെളിയിച്ച നിരവധി മലയാളികൾ ഈ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രശോഭിക്കുന്നു എന്നത് മലയാളി എന്ന നിലയിൽ നമ്മെ അഭിമാന പുളകിതരാക്കുന്നു. ഇന്ന് ലോകം അതിവേഗം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ മാറുന്ന കാലഘട്ടത്തിൽ മലയാളിയും മാറുന്നു. തൊടിയിലെ പച്ചക്കറി കഴിച്ച് പറമ്പിൽ പണിത് ആരോഗ്യം കാത്തു സൂക്ഷിച്ചവരുടെ സ്ഥാനത്ത് ഫാസ്റ്റ് ഫുഡ് കഴിക്കുന്ന ജീവിതശൈലി രോഗങ്ങൾക്ക് അടിമപ്പെടുന്ന ഒരു സമൂഹമായി ആധുനിക മലയാളി മാറുന്നു. ഒരു 50 വർഷം മുമ്പത്തെ മലയാളിയല്ല ഇന്നത്തെ മലയാളി, അന്നത്തെ മലയാളമല്ല ഇന്നത്തെ മലയാളം. നമ്മുടെ പുതിയ തലമുറയെ മലയാളത്തിന്റെ മാധുര്യത്തെയും അതിന്റെ പ്രാധാന്യത്തെയും മനസ്സിലാക്കി കൊടുക്കാൻ നമുക്ക് സാധിച്ചാൽ നമ്മൾ മലയാളികൾക്ക് ലോകത്തിന് മുമ്പിൽ തലയുയർത്തി നിൽക്കാൻ സാധിക്കും എന്നതിൽ തർക്കമില്ല. ഓരോ മലയാളിക്കും ഹൃദയത്തിൽ നന്മ നിറയ്ക്കാൻ കുഞ്ഞുണ്ണി മാഷിന്റെ ഈ വരികളിലൂടെ സാധിക്കട്ടെ. വലിയൊരു ലോകം മുഴുവൻ നന്നാവാൻ ചെറിയൊരു സൂത്രം ചെവിയിലോത, ഞാൻ സ്വയം നന്നാവുക. അതേ പ്രിയപ്പെട്ടവരെ, ഓരോ മലയാളിയും സ്വയം നന്നാവുക എന്ന ആഹ്വാനത്തോടെ ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.